അപ്പൊ ഇങ്ങനൊരു വാർത്ത വന്നു എന്നതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ആരൊക്കെ പിടിച്ചു നിൽക്കുന്നു അവരൊക്കെ തീർച്ചയായിട്ടും 2027 കൂടിയിട്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോകും. ക്രൈറ്റീരിയ ചേഞ്ച് ചെയ്തത് കൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് യൂട്യൂബ് ഒരിക്കലും ആഗ്രഹിക്കില്ല. അതിനനുസരിച്ചിട്ടുള്ള അൽഗോരിതത്തിൽ നമ്മളെ ബൂസ്റ്റ് ചെയ്യാനും ഇത് വ്യൂസ് വരാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബിൽ കൊണ്ടുവരും. ഹായ് ക്രിയേറ്റേഴ്സ്, ഇനി മുതൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ 4000 മണിക്കൂർ പോരാ, പകരം 8000 മണിക്കൂർ 8000 വാച്ച് ടൈം വേണം. ഈ ഒരു ടോപ്പിക്കാണ് ഇന്നലെ മുതൽ യൂട്യൂബിൽ ഹോട്ട് സബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. അതായത് ക്രിയേറ്റേഴ്സിന്റെ ഇടയിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു വാർത്ത. ഒരുപാട് പേര് സംശയിക്കുന്നുണ്ട് ഇത് ശരിക്കുള്ളത് തന്നെയാണോ, കാരണം എപ്പോഴും മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പല വാർത്തകളും ഫേക്ക് ആയിട്ട് വരാറുണ്ട്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇത് സത്യമാകരുത് എന്നുള്ളതാണ്. ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണോ, ഇനി ഇത് സത്യമാണെങ്കിൽ 4000 മണിക്കൂർ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ ഇനി യൂട്യൂബിൽ നിന്നിട്ട് കാര്യമുണ്ടോ, ഈ രീതിയിൽ പലരും ചോദിക്കുന്നുണ്ട്. അതുപോലെ നിലവിൽ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയവരുണ്ടല്ലോ 4000 മണിക്കൂർ, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? അതുപോലെ ഷോർട്സിന്റെ ക്രൈറ്റീരിയ ഇത് കംപ്ലീറ്റ് ആണോ? അതുപോലെ ഹാഫ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. 500 സബ്സ്ക്രൈബേഴ്സും 3 മില്യൺ ഒക്കെ ഉണ്ടല്ലോ, അത് അതുപോലെ തന്നെ ഉണ്ടോ? അപ്പോൾ ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഷോക്കിംഗ് ന്യൂസ് ആണ്. അപ്പോൾ ഈ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങളും ഞാനിവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ക്രിയേറ്റർ ആണ്, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയാലും ആയില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണേണ്ടതുണ്ട്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് യൂട്യൂബിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു വാർത്ത ഫേക്ക് ആണോ എന്നുള്ളതാണ് അറിയേണ്ടത്. തീർച്ചയായിട്ടും ഇത് ഫേക്ക് അല്ല. യൂട്യൂബ് ഒഫീഷ്യലി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ ഇനി മുതൽ നമുക്ക് പരസ്യങ്ങളിലൂടെ വരുമാനം, നമുക്ക് ഏറ്റവും കൂടുതൽ പരസ്യത്തിലൂടെയാണല്ലോ വരുമാനം ലഭിക്കുന്നത്. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം പലരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചാനൽ മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ പരസ്യം മാത്രമല്ല. അപ്പോൾ പരസ്യത്തിലൂടെ വരുമാനം നേടണം, അഡ്വർടൈസ്മെന്റിലൂടെ നേടണം എന്നുണ്ടെങ്കിൽ 8000 വാച്ച് ടൈം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫേക്ക് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ക്രിയേറ്റേഴ്സിനൊക്കെ ടെൻഷനായി, അങ്ങനെയെങ്കിൽ ഇനി ഞങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊക്കെ. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. യൂട്യൂബ് ഇത്രയും വലിയൊരു ക്രൈറ്റീരിയ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യൂട്യൂബ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഫേക്ക് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇത് ഓൾറെഡി ചാനൽ മോണിറ്റൈസേഷൻ ആയവരുണ്ട്, അതുപോലെ ഇത് ആയവർ എന്താണ് ചെയ്യേണ്ടത്, ആകാത്തവർക്ക് ഇത് എന്ന് മുതലാണ്, ആ രീതിയിൽ സംശയമുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ വീണ്ടും പോയിട്ട് 8000 വാച്ച് ടൈം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നിലവിലെ ക്രിയേറ്റേഴ്സിന് അത് ബുദ്ധിമുട്ടില്ല, അതായത് മോണിറ്റൈസേഷൻ ആയ ക്രിയേറ്റേഴ്സ്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ ഒരു കട്ട് ഓഫ് ഡേറ്റ് യൂട്യൂബ് ഇവിടെ തന്നിട്ടുണ്ട് ഫെബ്രുവരി 1 മുതൽ 2027. അപ്പൊ നാളെ മുതൽ തന്നെ നമുക്ക് 8000 ക്രൈറ്റീരിയ വർക്ക് ആകുന്നില്ല. ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് സമയമുണ്ട്. അതിന്റെ മുന്നേ നമുക്ക് 4000 വാച്ച് ടൈം ഉണ്ടാക്കി എടുത്താൽ മതി. അതും കഴിഞ്ഞ് ഫെബ്രുവരിയും കഴിഞ്ഞ് 2027 ഫെബ്രുവരി 1 മുതലാണ്, ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി 1 മുതലാണ് ഈ ഒരു ക്രൈറ്റീരിയ വരുന്നത്. അപ്പൊ അതുവരെ 4000 മണിക്കൂർ മതി എന്നുള്ളത് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ഷോർട്സ് വ്യൂസ് നമുക്കറിയാം 10 മില്യൺ ആണല്ലോ നമുക്കിതുവരെ തന്നിട്ടുണ്ടായിരുന്നത്. അതല്ലെങ്കിൽ 20 മില്യൺ ഷോർട്സ് വ്യൂസ് വേണം. അപ്പൊ ആ ഡേറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഫെബ്രുവരി 1 2027 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ അതുവരെ നിലവിലെ ക്രൈറ്റീരിയ തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ക്രൈറ്റീരിയയിലെ മാറ്റം എന്താണ്? 1000 സബ്സ്ക്രൈബർ അതുപോലെ തന്നെ ഉണ്ട്. പകരം നമുക്ക് അഡ്വർടൈസ്മെന്റിലൂടെ വരുമാനം നേടണം എന്നുണ്ടെങ്കിൽ 8000 വാച്ച് ടൈം പിറകിലേക്ക് 365 ദിവസം കൊണ്ട് വേണം. അതല്ലെങ്കിൽ 20 മില്യൺ, 10 മില്യൺ എന്നുള്ളത് മാറി 20 മില്യൺ ഷോർട്സ് വ്യൂസ് വേണം. അപ്പൊ അതും ക്ലിയർ ആയി. അപ്പോൾ ഈ നിലവിലെ മോണിറ്റൈസേഷൻ ആയവർ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 1 മുതലാണ് ഈ ക്രൈറ്റീരിയ വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയെങ്കിൽ ജനുവരി 31 മുന്നേ പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കാരണം യൂട്യൂബിൽ ഇപ്പോൾ പോളിസി ചേഞ്ച് ആയല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും പുതിയ പോളിസി നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ജനുവരി 31 മുന്നേ നിങ്ങൾക്ക് യൂട്യൂബിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പൊ നിങ്ങളത് റിവ്യൂ ചെയ്ത് അക്സെപ്റ്റ്, അത് വായിച്ചു നോക്കി അക്സെപ്റ്റ് കൊടുക്കേണ്ടതുണ്ട്.
അപ്പോൾ ജനുവരി 31 നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിലവിൽ മോണിറ്റൈസേഷൻ അവരത് അക്സെപ്റ്റ് ചെയ്യും. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, ഇതിൽ ഏതൊക്കെ നിലവിൽ 500 സബ്സ്ക്രൈബറും അതുപോലെ 3 മില്യൺ ഷോർട്സ് വ്യൂസ് ഒക്കെ പറഞ്ഞിട്ട് ഒരു ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ടല്ലോ. സൂപ്പേഴ്സ്, സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ്, അതുപോലെ മെമ്പർഷിപ്പിലൂടെയൊക്കെ വരുമാനം നേടുന്ന ഓപ്ഷൻ അത് നിലവിലുണ്ടോ എന്നാണ്. അത് ഭയങ്കരമായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ ഇടയിൽ ആ ഒരു ഓഫർ യൂട്യൂബ് എടുത്ത് കളഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ യൂട്യൂബ് ചേഞ്ച് മൊത്തത്തിലാക്കിയിട്ടില്ല. വ്യത്യസ്ത ടൂളുകളാണ്. അതിലൊരു ടൂളാണ് വാച്ച് പേജ് ആഡ്സ് എന്നുള്ളത്. അപ്പൊ നമുക്ക് സൂപ്പേഴ്സ് വേറെ ടൂളാണ്, മെമ്പർഷിപ്പ് ഒക്കെ വ്യത്യസ്ത ടൂളുകളല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 500 സബ്സ്ക്രൈബറും 3 മില്യൺ ഷോർട്സ് വ്യൂസ് അതല്ലെങ്കിൽ 3000 വാച്ച് ടൈം ആയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലൂടെ പണം സമ്പാദിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യം യൂട്യൂബ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. 10 മില്യൺ എന്നുള്ളത് 20 മില്യൺ, അതുപോലെ 8000 വാച്ച് ടൈം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പൊ ഇത് ഇനി ചാനൽ നിർത്തി പോണോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ യൂട്യൂബ് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് യൂട്യൂബേഴ്സിനാണ്. വ്യൂവേഴ്സിനെക്കാട്ടും കൂടുതൽ നമ്മളെ വ്യൂവേഴ്സിന് നമ്മൾ എത്രത്തോളം ആവശ്യമുണ്ടോ അതിനേക്കാൾ കൂടുതൽ യൂട്യൂബിന് നമ്മളെ ക്രിയേറ്റേഴ്സിന് ആവശ്യമുണ്ട്. കാരണം നമ്മളാണ് കണ്ടന്റ് ഇതിലിടുന്നത്, വ്യൂവേഴ്സിനെ ഇതിൽ ആക്റ്റീവായിട്ട് നിലനിർത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പോലെയുള്ള ക്രിയേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. ക്രൈറ്റീരിയ ചേഞ്ച് ചെയ്തതുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് യൂട്യൂബ് ഒരിക്കലും ആഗ്രഹിക്കില്ല. അതിനനുസരിച്ചിട്ടുള്ള അൽഗോരിതത്തിൽ നമ്മളെ ബൂസ്റ്റ് ചെയ്യാനും ഇത് വ്യൂസ് വരാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബിൽ കൊണ്ടുവരും. അതിൽ തന്നെ ഈ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ യൂട്യൂബ് പറയുന്നുണ്ട് പ്രത്യേക ബോണസുകൾ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട്, അതുപോലെ ഷോപ്പിങ്ങിൽ ഒക്കെ നമുക്ക് കിട്ടുന്ന എൻഗേജ്മെന്റിനനുസരിച്ചിട്ട് വ്യത്യസ്ത പാക്കേജുകൾ, ബോണസുകളൊക്കെ യൂട്യൂബ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ ഇനി തീർച്ചയായിട്ടും മുന്നോട്ട് ഉണ്ടാകും നമ്മുടെ ക്രിയേറ്റേഴ്സിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനൊരു വാർത്ത വന്നു എന്നതുകൊണ്ട് നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ക്രിയേറ്റേഴ്സിന് 4000 മണിക്കൂർ നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 8000 നമുക്ക് പറ്റുന്നതാണ്. അത് അത്ര വലിയ ഒരു കടമ്പയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അത് 4000 മണിക്കൂർ എന്നുള്ളത് മാത്രം നമ്മൾ ലക്ഷ്യം വെച്ച് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അപ്പോൾ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജെന്യുവൻ ആയിട്ട് നല്ല രീതിയിലുള്ള വീഡിയോസുകൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി. ബാക്കിയൊക്കെ യൂട്യൂബ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വലിയ വലിയ മാറ്റങ്ങൾ ഇനി യൂട്യൂബിൽ നിങ്ങൾക്ക് 2027 കൂടിയിട്ട് കാണാൻ കഴിയും. ഇവിടെ ആരൊക്കെ പിടിച്ചു നിൽക്കുന്നു അവരൊക്കെ തീർച്ചയായിട്ടും 2027 കൂടിയിട്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോകും. ഇവിടെ നിന്ന് ആരൊക്കെ എസ്കേപ്പ് ആകുന്നു അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കുന്നു, കട്ട് ചെയ്യുന്നു, ഇതൊരു ഡെഡ് ലൈനാണ്. ഇവിടെ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുന്നു എന്ന് നോക്കിയിട്ടാണ് ഇനി നമ്മുടെ ഭാവി. അപ്പോൾ നിങ്ങൾ ന്യൂ യൂട്യൂബർ ആണ്, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോകണ്ട. യൂട്യൂബിൽ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്, വലിയ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ ഒരു മാറ്റങ്ങളെ പോസിറ്റീവായിട്ട് ഒരു ചലഞ്ച് ചെയ്തുകൊണ്ട് ആരൊക്കെ നിൽക്കുന്നു അവർക്കൊക്കെ യൂട്യൂബിൽ സാധാരണ വിജയിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇതുപോലെയുള്ള മാറ്റങ്ങൾ കണ്ട് നെഗറ്റീവ് അടിച്ചിട്ട് പിറകിലോട്ട് പോയവർ അതോടുകൂടി യൂട്യൂബിൽ അവരുടെ ഫ്യൂച്ചർ ഇല്ലാതാവുകയാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു മണ്ടത്തരം ചെയ്യരുത്. അപ്പൊ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, ചാനൽ മോണിറ്റൈസേഷൻ ആയവരാണെങ്കിൽ ഫെബ്രുവരി 1 ജനുവരി 31 മുന്നേ നിങ്ങൾ പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. മോണിറ്റൈസേഷൻ ആവാത്തവരാണെങ്കിൽ ജനുവരിക്ക് മുൻപേ ഈ ഒരു 4000 അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിരാശരാകേണ്ട. 8000 ഇത്രയൊക്കെ നമുക്ക് നേടാൻ പറ്റുമെങ്കിൽ 8000 എന്നുള്ള വാച്ച് ടൈം നമുക്ക് നേടാൻ പറ്റും. യൂട്യൂബ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ യൂട്യൂബിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.